ഇന്നെന്റെ പാട്ട് ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ്. എനിക്കിത് എന്തോരം ഇതിന്റെ ഓഡിയോ കേൾക്കുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആക്ച്വലി പള്ളിയിൽ ഒരു ചെറിയ നൈറ്റ് വിജിലുണ്ട്. ഞാൻ കുളിച്ചിട്ട് ഇപ്പം ഇറങ്ങിയുള്ളപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി റെഡി ആയിട്ട് നാളെ എന്റെ പാട്ടിന്റെ ഷൂട്ടിങ്ങിന് പോവാന്ന്. സോ ഇത്രയൊക്കെ പോസിറ്റീവ്ലി നടക്കുമ്പോ ഞാനൊരു ഈശോയ്ക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു. ലൈഫിൽ ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത് പോലും എനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ കയ്യെത്തും ദൂരത്ത് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ആ ഹാപ്പിനെസ്സിലാണ് ഞാനിപ്പോ. യാത്രയുടെ സ്റ്റാർട്ടിങ്ങിലെ നല്ലൊരു മഴയിലായിരുന്നു തുടക്കം. ഒരു മയത്തിലൊക്കെ പെയ്തോണ്ടിരുന്ന മഴ എന്നെ കണ്ടപ്പോഴത്തേക്കും കുറച്ച് ഹാർഡായിട്ട് പെയ്യാൻ തുടങ്ങി. കുഴപ്പമില്ല, മഴ പൊതുവെ അത്ര താല്പര്യമില്ലെങ്കിലും എനിക്ക് ഇത്ര താല്പര്യമുള്ള കാര്യത്തിന് ഞാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ബസ്സിൽ കയറിയപ്പോൾ ഞാൻ അത്ര നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ട്രെയിനിൽ കയറിയപ്പോഴത്തേക്കും ഞാൻ നല്ലോണം അങ്ങ് നനഞ്ഞു. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രെയിൻ കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ മുടിയേനെ പണിതുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇത്രയും ഒബ്സസ്ഡ് ആണെന്ന് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ അറിയുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ ഒരു തവണയെങ്കിലും മുടീൻ്റെ അകത്ത് കഴിയും. സാധാരണ ട്രെയിനിന്റെ വിൻഡോയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ മഴവെള്ളം വീണപ്പോഴത്തേക്കും അങ്ങ് ആകെപ്പാടെ അവിഞ്ഞ കൊളമായി. മൊത്തത്തിൽ വളരെ നല്ലൊരു തുടക്കമായിരുന്നു. പിന്നെ എൻ്റെ മൂഡ് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റാം കെയർ ഓഫ് ആനന്ദി എടുത്ത് വായിച്ചു. ഇത് കുറേ നാൾ മുന്നേ ട്രെൻഡായ ബുക്കാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. എല്ലാം ഈ ട്രെൻഡിങ് ടൈമിൽ തന്നെ വായിക്കണം എന്ന് എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കയ്യിൽ കിട്ടുന്ന സമയത്ത് വായിക്കാൻ ഒരു മനസ്സുണ്ട്, അത് മതിയല്ലോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വലിയ ലക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കാണ്. കോഴിക്കോടുള്ള ദേവഗിരിക്ക് അടുത്തുള്ള ഒരു ചെറിയ പള്ളിയിലേക്കാണ് ഈ പോക്ക്. കുറച്ചു നേരം അതിലേക്കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. ഞാൻ വന്ന് ഇറങ്ങിയത് തന്നെയായിരുന്നു ഒന്നാമത്തെ പ്ലാറ്റ്ഫോം. അവിടെ തന്നെ പുറത്തേക്കുള്ള വഴി ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ആദ്യമായിട്ട് വരുന്നതല്ലേ, ഇത്രയെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചല്ലോ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ സമാധാനിക്കാം. ഞാൻ പോകുന്നത് മോനിക്കയുടെ അടുത്തോട്ടാണ്. മോനിക്കനെ നിങ്ങൾ എന്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൾ എന്നെ പോലല്ല കേട്ടോ. കോഴിക്കോടിന്റെ ഒരുമാതിരിപ്പെട്ട പ്രധാന ഭാഗങ്ങളൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. എന്റെ പാട്ടിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്ന ആൽവിൻ തോമസ് ചേട്ടൻ കോഴിക്കോടാണ്. കോഴിക്കോടല്ല, മലപ്പുറമാണ്. പിന്നെ ഇത് രണ്ടും അടുത്താണല്ലോ. ചേട്ടൻ ഈ പാട്ടിന്റെ വീഡിയോഗ്രാഫർ മാത്രമല്ല കേട്ടോ, ഈ പാട്ടിന്റെ ഫുൾ എമൗണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചേട്ടനാണ്. നമ്മളിങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ എല്ലാം കൈവിട്ടു പോയി നിൽക്കുന്ന ഒരു സമയമില്ലേ, ആ സമയത്ത് ദയവായിട്ട് നമുക്ക് ചില ആൾക്കാരെ കൊണ്ടുവന്ന് തരില്ലേ. അങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയതും പിന്നീട് ഈ സ്പോൺസർഷിപ്പ് വരെ എത്തിയതും. ഇഡേൻ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ആളെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സംസാരിച്ച് മോനിക്കയുടെ അടുത്തെത്തി. മോനിക്ക പിന്നെ ക്യാമറ ദൂരേന്ന് കണ്ടാലും അടുത്തെത്തുമ്പോൾ ഈ എക്സ്പ്രഷനാണ് എപ്പോഴും. മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. ഞങ്ങൾ കുഞ്ഞിലെ മുതലേ ഫ്രണ്ട്സ് ആയതുകൊണ്ടും ഞങ്ങളുടെ വീട് അടുത്തടുത്തായിരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ സംസാരിക്കാനുണ്ട്. സാധാരണ വേറുള്ളവരുടെ അടുത്തെത്തുമ്പോൾ ഞാനാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അവരെപ്പോഴും കേട്ടോണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ മോനിക്കയുടെ അടുത്ത് ചെന്നാൽ എനിക്ക് സംസാരിക്കാനുള്ളതും കൂടെ അവള് സംസാരിച്ചോളും. ആള് ശരിക്കും ഒരു പവർ പാക്കാണ്. കൂടെ കൂട്ടിയാല് ബോറടിക്കേയില്ല. അങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് കുറെ നേരം ഇരുന്നപ്പോഴത്തേക്കും ആൽബിൻ ചേട്ടൻ വന്നു. ഇദ്ദേഹമാണ് ആ മഹത് വ്യക്തി. മോനിക്ക അവിടെ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക, ചേട്ടൻ എങ്ങനെയൊക്കെ മുഖം മറച്ചു പിടിച്ചാലും അവൾ ഇതൊക്കെ എടുത്ത് യൂട്യൂബിൽ ഇടുന്നു. മോനിക്കയ്ക്ക് നല്ല അനുഭവം ഉണ്ടേ. കാരണം മനസ്സിലാവിടെ എന്റെ പഴയ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അവിടുന്ന് നമ്മൾ പാട്ട് ഷൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയി. ഇത് ആക്ച്വലി മോനിക്കയുടെ അനിയത്തി മരിയയുടെ ഡ്രസ്സാണ്. വേറെ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധികം ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മോനിക്കയ്ക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സും കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ട് എനിക്ക് വേറെ ഡ്രസ്സ് ഇടാൻ കിട്ടി. അങ്ങനെ പ്രൊമോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മെയിൻ ഷൂട്ടിങ്ങിലേക്ക് എത്തി. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതെൻ്റെ ഒരു ഓൺ സോങ് ആണ്. കോവിഡ് ടൈമിലാണ് ഞാൻ ഈ പാട്ട് എഴുതുന്നതും അതിന് മ്യൂസിക് കൊടുക്കുന്നതും ഒക്കെ. ഇതൊരു ഡിവോഷണൽ സോങ് ആണ്. ഈ പാട്ടിന്റെ പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട്. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഈ 27th പാട്ടിന്റെ റിലീസ്.
നമ്മളിങ്ങനെ ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. അതൊരു വല്ലാത്ത യാത്രയായിരുന്നു. ചുമ്മാ അറിഞ്ഞാട്ടോ, നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഓരോ പള്ളി തപ്പി നടക്കുകയായിരുന്നു. കോഴിക്കോട് അന്ന് നല്ല മഴയായിരുന്നു. മഴ നനയാതെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ലോണം അങ്ങ് നനഞ്ഞു. കോഴിക്കോട് വരെ വന്നിട്ട് ഒരു നല്ല കുഴിമന്തിയെങ്കിലും കഴിച്ചില്ലെങ്കിൽ എങ്ങനെ ഈ യാത്ര കംപ്ലീറ്റ് ആവും? അതുകൊണ്ട് മാത്രം ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ കയറി. സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ശരിക്കും എനിക്ക് അന്ന് തന്നെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്ത് മഴയായിരുന്നുകൊണ്ട് നമ്മുടെ ഷൂട്ടിങ് മൊത്തത്തിലൊന്ന് ഡിലേ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മോനിക്കയുടെ കൂടെ ഹോസ്റ്റലിലേക്ക് പോയി. ഇതും എൻ്റെ ലൈഫിലെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ഒരു ഹോസ്റ്റലിലും നിന്നിട്ടില്ല. അങ്ങനെ അവളുടെ കൂടെ അന്ന് ഹോസ്റ്റലിലൊക്കെ നിന്ന് രാവിലെ എണീറ്റ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ആ മുഖത്തെ കോൺഫിഡൻസ് കണ്ടോ? കോഴിക്കോടേക്ക് വന്നപ്പോൾ ട്രെയിനിൽ കയറാൻ പഠിച്ചു എന്നുള്ളതിൻ്റെ അഹങ്കാരമാണ്. ആ അഹങ്കാരം മാത്രമാണ് മുഖത്ത് കാണുന്നത്. അങ്ങനെ ഈ ഷൂട്ടിങ്ങും റെക്കോർഡിങ്ങും ഈ പാട്ടിൻ്റെ പിന്നാലെ നടന്ന എല്ലാ കാര്യങ്ങളും, ഇതിന് നന്നായിട്ട് നടന്ന കാര്യങ്ങളും മോശമായിട്ട് നടന്ന കാര്യങ്ങളും ഒക്കെ എൻ്റെ ലൈഫിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നല്ല അനുഭവങ്ങൾ കിട്ടി, നല്ല കൂട്ടുകാരെ കിട്ടി, ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി. അപ്പം മറക്കണ്ട, പാട്ട് 27-ാം തീയതി ഇറങ്ങും. ടാറ്റാ.